ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SCRT പാഠപുസ്തകത്തിലെ വിലയിരുത്താം എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലായനികൾ എന്നുള്ള 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള 14 ചാപ്റ്ററുകൾ നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസ് നമ്മളിവിടെ പ്ലേലിസ്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് എടുത്തതാണ്. അതിൻ്റെ വീഡിയോസും കാണാത്തതുണ്ടെങ്കിൽ കാണണം, ഞാനിവിടെ മേളിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നമുക്ക് ഇന്നത്തെ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ചില ലായനികൾ നൽകിയിരിക്കുന്നു. ഇവയിലെ ലായകം, ലീനം എന്നിവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ലായനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 ഘടകങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിലൊരു ലായകം ഉണ്ടാകും, ഒരു ലീനം ഉണ്ടാകും. ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് ലായനി ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉപ്പ് ലായനി എന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ലായനി എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം. ഈ ഉപ്പ് വെള്ളം എങ്ങനെ ഉണ്ടാകുന്നത്? ഉപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് വെള്ളത്തിലിടും. അല്ലെ, ഞാനിപ്പോൾ ജലം എന്നങ്ങ് എഴുതാം. ഓക്കെ, ഉപ്പും വെള്ളവും കൂടെ ചേർന്ന്, ഉപ്പും ജലവും കൂടെ ചേർന്നിട്ടാണ് ഉപ്പ് ലായനി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ലായകം ഏതാണ്, ലീനം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ സിമ്പിളായിട്ട്, ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും മനസ്സിലാക്കുക. ജലത്തെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, അതാണെന്ത്? സാർവിക ലായകം എന്ന് വിളിക്കാറുണ്ടല്ലേ, സാർവിക ലായകം. അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഒരുവിധപ്പെട്ട എല്ലാ കേസിലും ജലമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? ജലമായിരിക്കും ലായകം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിലും എന്ത് തന്നെ? ജലമായിരിക്കും ഇവിടുത്തെ എന്ത്? ലായകം എന്നുള്ളത് മനസ്സിലാക്കിയേക്കണം. ഓക്കെ, അതിപ്പോൾ ഉപ്പുവെള്ളം ആയിക്കോട്ടെ, പഞ്ചസാര വെള്ളം ആയിക്കോട്ടെ, ഇതിലൊക്കെ ലായകം എന്ത് തന്നെ? ജലം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലീനം എന്തായിരിക്കും? അത് ഉപ്പായിരിക്കും. അപ്പോൾ ലായകം എന്ന് പറയുന്നതിലേക്ക് ലീനം ലയിച്ച് കഴിയുമ്പോൾ, തിരിച്ച് പറഞ്ഞാൽ ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് എന്തുണ്ടായത്? ഉപ്പ് വെള്ളം എന്ന് പറയുന്ന ലായനി ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് വെച്ചുകൊണ്ട് ആദ്യത്തെ ആൻസർ കൊടുക്കാം. ആദ്യത്തെ ടേബിൾ അങ്ങ് ഫില്ല് ചെയ്യാൻ നോക്കാം. നമുക്ക് ഉപ്പ് ലായനിയാണ്. അവിടുത്തെ ലായകം ഏതാണ്? അവിടുത്തെ ലായകം ജലമാണ്. ലീനം ഏതാണ്? ലീനം ഉപ്പാണ്. അടുത്തത് ആഭരണ സ്വർണ്ണമാണ്. അല്ലേ, ആഭരണ സ്വർണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ 22 ക്യാരറ്റ് എന്നൊക്കെ പറയുന്ന സ്വർണ്ണമാണ്. അപ്പോൾ ഈ ആഭരണ സ്വർണം എന്ന് പറയുന്നതിൽ ലായകവും ലീനവും ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാനായിട്ട് അതിൽ വെള്ളമുണ്ടോ? വെള്ളമില്ല. അതുകൊണ്ട് സാർവിക ലായകം വെള്ളമായതുകൊണ്ട് ഇവിടെ വെള്ളമാണ് ലായകം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. ഒരു 2 ഘടകങ്ങൾ ചേർന്നൊരു ലായനി ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതലുള്ളത് ഏതാണോ അതായിരിക്കും എന്ത്? ലായകം എന്നോർത്ത് വെച്ച്. അപ്പോൾ കൂടുതൽ ഉള്ളത് ഏതാണോ അതായിരിക്കും ലായകം എന്ന് കൂടി ഒന്നറിഞ്ഞു വെച്ചേക്കുക. ഇനി ആഭരണ സ്വർണം എന്ന് പറയുമ്പോൾ അത് 100% സ്വർണം മാത്രമാണോ? അല്ല, അതിൽ വേറൊരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ആരാ ഉള്ളത്? ആഭരണ സ്വർണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർണവും ഉണ്ടാകും, കുറച്ച് എന്തുണ്ടാകും? ചെമ്പും ഉണ്ടാകും. ഓക്കെ, സ്വർണവും ചെമ്പും കൂടെ ചേർന്നിട്ടാണ്, ഗോൾഡും കോപ്പറും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ധരിക്കുന്ന, ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന സ്വർണം നിർമ്മിക്കുന്നത്. കാരണം സ്വർണം ഒറ്റയ്ക്കാണെങ്കിൽ അതിന് ബലം ഉണ്ടാവില്ല. ഓക്കെ, സ്വർണവും ചെമ്പും കൂടെ ചേർന്നാൽ മാത്രമേ ആഭരണമായിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള, കയ്യിലിട്ടൊക്കെ പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ള ബലവും ആ ഒരു ദൃഢതയൊക്കെ ഇതിനുണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അളവും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നിങ്ങളെ കേട്ടിട്ടില്ലേ 916 സ്വർണ്ണം എന്ന് കേട്ടിട്ടില്ലേ? 916. ആ 916 എന്ന് പറഞ്ഞാൽ 91.6% സ്വർണ്ണമാണെന്നാണ് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള 100%-ൽ ബാക്കിയുള്ള ശതമാനം ആരായിരിക്കും? അവിടെ ചെമ്പായിരിക്കും ഉള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ആരുള്ളത്? കൂടുതലുള്ളത് സ്വർണ്ണമല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതിയാൽ മതി? ആ ലായകം കൂടുതലുള്ളത് ആരാണ്? അത് സ്വർണ്ണമാണ്. അതുകൊണ്ട് അവിടുത്തെ ലായകം സ്വർണ്ണമാണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ലീനം ആരായിരിക്കും? ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ലീനം അത് ചെമ്പായിരിക്കുമെന്നും നമുക്ക് കിട്ടും. അടുത്ത സോഡാവെള്ളമാണ്. സോഡാവെള്ളത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? സോഡാവെള്ളം എന്ന് പറയുമ്പോൾ ജലത്തിലേക്ക് ഉന്നതമർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലേ, ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ടാണ് സോഡാവെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ജലത്തിലേക്ക് ഉന്നതമർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്താണ് നമ്മുടെ കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്ന സോഡാ ജലം ഉണ്ടാകുന്നത്. അല്ലേ, കാർബോണിക് ആസിഡ് എന്നാണ് സോഡാ ജലത്തെ കെമിക്കൽ നെയിം എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇനി അവിടെ ചോദ്യം എന്താണ്? അവിടുത്തെ ലായകം എന്താണെന്നുള്ളത്. അവിടുത്തെ ലായകം എന്താണെന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ സംശയമൊന്നും വേണ്ട, ജലമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി നമുക്ക് എന്ത് പറയാം? ജലമാണ് അവിടുത്തെ ലായകം. ലീനമാരായിരിക്കും? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അടുത്ത നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നേർപ്പിക്കുക. ജലം ചേർത്തിട്ടാണ് ഇതൊക്കെ നേർപ്പിക്കുക കേട്ടോ. ആസിഡുകളൊക്കെ നേർപ്പിക്കുന്നത് ജലം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ളത് ജലവും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. അപ്പോൾ അവിടുത്തെ ലായകം ആരായിരിക്കും? അവിടുത്തെ ലായകവും ജലമുണ്ടെങ്കിൽ ആര് തന്നെ? ജലം തന്നെ ആയിരിക്കും. ലീനമാരായിരിക്കും? ലീനം ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല ഓർത്ത് വെച്ചേക്കണം. അത് HCl എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
അടുത്ത ചോദ്യം എന്താണ്? ചില മരുന്ന് കുപ്പികളിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ കുപ്പിയിലുള്ള പദാർത്ഥം ഏത് മിശ്രിത വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിശ്രിത വിഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. കൊളോയിഡ്, ലായനി, സസ്പെൻഷൻ എന്നിങ്ങനെയൊക്കെയാണ് മിശ്രിത വിഭാഗങ്ങൾ വരിക. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത്, അവിടെ കണികകൾ നമ്മൾ ഈ മരുന്ന് കുപ്പികളൊക്കെ കുപ്പിയിലിട്ട് വെച്ച് ഷോപ്പിലൊക്കെ കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ അത് ആ ഒരു സ്റ്റേബിൾ എന്താ പറയുക സ്റ്റാൻഡിൽ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതിലുള്ള കണികകൾ പതുക്കെ പതുക്കെ താഴത്തങ്ങ് അടിഞ്ഞുകൂടും. അപ്പോൾ മരുന്നിൻ്റെ കുറച്ച് കണ്ടൻറ്റുകൾ താഴത്തും ബാക്കി കുറച്ച് ലിക്വിഡ് പാർട്ട് മുകളിലുമായിട്ട് ഇങ്ങനെ 2 സെപ്പറേറ്റ് ലെയറായിട്ടായിരിക്കും അത് നിൽക്കുക. നമ്മളപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? ഈ കണികകൾ വേറെ വേറെ ആയിട്ട് കിടക്കും. മേളിലുള്ള ദ്രാവക ഭാഗം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നിനെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് പറയുന്നത്? ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലെ കണികകൾ അടിയാൻ സാധ്യതയുള്ളത് ഏത് തരം മിശ്രിതത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ഏതാണ്? അത് സസ്പെൻഷനിലാണ് എന്ന് വേണം ഓർത്ത് വയ്ക്കാൻ. ഇതിലാണ് സസ്പെൻഷനുകളിലാണ് കണികകൾ അടിയുന്നത് ഓർത്ത് വെച്ചേക്കുക. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ചെളിവെള്ളം എടുത്ത് നമ്മൾ കുറച്ച് നേരം ഈ പറയുന്ന വെള്ളമൊക്കെ ഇട്ട് നല്ല കുലുക്കിയിട്ടൊക്കെ കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൽ ചെളി എന്ന് പറയുന്ന പോർഷൻ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് താഴത്ത് അടിയുന്നത് കാണാം, വെള്ളം മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അതും എന്തൊരു ഉദാഹരണമാണ്? സസ്പെൻഷൻ ഉദാഹരണമാണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് എന്താണ്? അടുത്തതിൻ്റെ ഒരു ബി പാർട്ട് ഉണ്ടല്ലേ. കുപ്പിയിലെ നിർദ്ദേശത്തിനുള്ള കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഷേക്ക് ചെയ്തില്ലെങ്കിൽ അതിലെ കണികകൾ അടിയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മരുന്നിൻ്റെ കംപ്ലീറ്റ് യൂസ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇവിടെ നമുക്ക് കാണാം. നേർത്ത കഞ്ഞിവെള്ളം, ഉപ്പുവെള്ളം, ചെളിവെള്ളം എന്നിവയുടെ സാമ്പിളുകൾ ഉപയോഗിച്ച് ഒരു കുട്ടി നടത്തിയ പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി ചെയ്ത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രകാശ ബീം കടത്തിവിടുന്നുണ്ട്, ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുന്നുണ്ട്, കുറച്ച് സമയം അനങ്ങാതെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ചെളിവെള്ളമാണ്. ചെളിവെള്ളം ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായതാണത് സസ്പെൻഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ചെളിവെള്ളം വരിക. ഉപ്പുവെള്ളം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്ക ഭാഗത്തിൽ പറഞ്ഞിരുന്നു, അത് ലായനി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. ഇനി വളരെ നേർത്ത കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ ഈ ഉപ്പുവെള്ളത്തിലെ കണികകളെയും ചെളിവെള്ളത്തിലെ കണികകളെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇടക്കുള്ളൊരു സൈസാണ് ആർക്ക് വരിക? ഈ പറയുന്ന നേർത്ത കഞ്ഞിവെള്ളത്തിലെ കണികകൾക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും ഇടക്കുള്ള സൈസാണ് ആർക്കുള്ളത്? നമ്മുടെ കൊളോയിഡ് എന്ന് പറയുന്ന കാറ്റഗറി കേട്ടോ. കൊളോയിഡ് എന്ന് പറയുന്ന കണികകൾക്കുള്ളത്, അല്ലെങ്കിൽ കൊളോയിഡ് എന്ന് പറയുന്ന മിശ്രിതത്തിലെ കണികകൾക്ക് എന്താണ്? ഇതിൻ്റെ രണ്ടിനെയും ഇടക്ക് മിഡ് റേഞ്ചാണ് അതിൻ്റെ സൈസ് വരിക. ഇനി നമുക്ക് പ്രകാശ ബീം കടത്തിവിടുമ്പോൾ എന്താ പറ്റുക എന്നുള്ളത് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഉപ്പ് ലായനി. ഉപ്പ് വെള്ളത്തിൻ്റെ ഒരു വശത്തു കൂടി നമ്മൾ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം നമുക്ക് അതേപടി ഇപ്പുറത്ത് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ പ്രകാശം കടന്നു പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. പ്രകാശം പോകുന്ന പാതയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പ്രകാശം ഇപ്പുറത്ത് എത്തുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്ത് ഏത് വശത്തു കൂടി പ്രകാശം പോയാലും മറുവശത്ത് എത്തുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് വളരെ നേർത്ത കഞ്ഞിവെള്ളം ഒന്ന് നോക്കിയേ. വളരെ നേർത്ത കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു വശത്തു കൂടി പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഞ്ഞിവെള്ളത്തിലെ കണികകൾ വളരെ നേർത്തതാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ നമ്മൾ ഈ പ്രകാശം അടിക്കുമ്പോൾ കുറേ പ്രകാശ കിരണങ്ങൾ ഈ പറയുന്ന വേക്കൻ്റ് സ്പേസിലൂടെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കടന്നു വരും. അതേസമയത്ത് കുറച്ച് പ്രകാശകണികൾ എന്ത് ചെയ്യും? ഈ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേർത്ത തരികളിൽ, നേർത്ത എന്താ പറയുക കഞ്ഞിവെള്ളത്തിലുള്ള അരിയുടെയൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക വളരെ മൈന്യൂട്ടായിട്ടുള്ള കണികകളുണ്ടല്ലോ, ആ കണികളിലേക്ക് പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കാറ്റേർഡായിട്ട് പോകും, വിസരിച്ച് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കംപ്ലീറ്റ്ലി ഇപ്പുറത്തേക്ക് വന്ന പ്രകാശത്തിൻ്റെ കണികളെ അതേപോലെ ആ പാത നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബാക്കിയുള്ളത് അങ്ങോട്ട് ഹിറ്റായി തിരിച്ചു പോകും. മുഴുവനായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പാത ഫീൽ ചെയ്യില്ല, വഴി നമുക്ക് ഫീൽ ചെയ്യില്ല. അതേസമയത്ത് ഇത്തരത്തിൽ സ്കാറ്റേർഡായി പോകുന്നതുകൊണ്ട്, വിസരണം നടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? പാത ദൃശ്യമാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുക. അടുത്തത് ചെളിവെള്ളത്തിലേക്കാണ് ഈ പ്രകാശപാത നമ്മൾ കടത്തിവിടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിലെ കണികകൾക്ക് കുറച്ചുകൂടി സൈസ് കൂടുതലാണ് അല്ലേ. സൈസ് ഈ പറയുന്ന നേരത്തെ കഞ്ഞിവെള്ളം പോലല്ല, ഈ 3 പേരെയും കമ്പയർ ചെയ്യുമ്പോൾ കണികകൾക്ക് സൈസ് കൂടുതലായതുകൊണ്ട് അതിലേക്ക് വന്നിരിക്കുന്ന പ്രകാശത്തെ ഇവനെന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക്വേഡ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രകാശത്തെ അവരെ കടത്തി വിടുന്നില്ല എന്നുള്ള രീതിയിലും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ അല്ലേ? ഇത് അടിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഈ കണികകൾ അടിഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തു കൂടി ഒരു ലായനിയിലൂടെ കടന്നു പോകുന്നത് തന്നെ പ്രകാശം ഇപ്പുറത്തേക്ക് വരും. എന്നാൽ അടിയുന്നതിന് മുമ്പ് ഈ പറയുന്ന സസ്പെൻഷൻ എന്ന് പറയുന്ന ഫോം എന്ന് പറഞ്ഞാൽ അടിയുന്നതിന് മുമ്പുള്ള ഫോമാണ്. അല്ല, ആ ഒരു ഫോമിൽ വെച്ച് കഴിയുന്ന സമയത്ത് പ്രകാശത്തെ കംപ്ലീറ്റ്ലി അവൻ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പ്രകാശത്തെ കടത്തി വിടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചായിരിക്കുമ്പോഴെന്താ പറ്റുക?
ഘടകങ്ങളെ വേർതിരിക്കാൻ സാധിക്കുമോ ചെളിവെള്ളത്തിൽ? തീർച്ചയായിട്ടും ചെളിവെള്ളത്തിലെ ഘടകങ്ങളെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലെ കണികകളെ നമുക്ക് വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഉപ്പ് വെള്ളത്തിലെ കണികളെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കത്തില്ല. ഉപ്പ് വെള്ളം അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഒഴുകിപ്പോവും. അതുപോലെ തന്നെ കൊളോയിഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ നേരത്തെ കഞ്ഞിവെള്ളം പോലുള്ള പാർട്ടിക്കിളിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനെ നമുക്ക് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് വേർതിരിക്കാനൊന്നും സാധിക്കത്തില്ല എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് കുറച്ച് സമയം അനങ്ങാതെ വയ്ക്കുക. അനങ്ങാതെ വെച്ച് കഴിയാൻ നേരത്തെ കണികകൾ അടിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ചെളിവെള്ളത്തിലെ കണികകൾ എന്ത് ചെയ്യും? അടിയുന്നതായിരിക്കും, കണികകൾ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണികകൾ അടിയുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതേ സമയത്ത് ഉപ്പ് ലായനിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഉപ്പ് ലായനി കുറേ നേരം അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ അതിലെ കണികകൾ അടിയുമോ? ഇല്ല, ആ ഉപ്പ് ലായനി അതുപോലെ തന്നെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ കണികകൾ അടിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടെ നിന്നുള്ളത്. ഇനി ഈ പറയുന്ന ആളുകളെ, ഈ പറയുന്ന സാമ്പിളുകളെ കൊളോയിഡ്, ലൈനി എന്നിങ്ങനെ തരംതിരിക്കാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത് നിത്യജീവിതത്തിൽ മിശ്രിതങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടല്ലോ, ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ചാപ്റ്ററിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ തന്നെ ഈ ചോദ്യോത്തര വേളയിൽ തന്നെ നമ്മൾ പലതും ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത വിവിധ തരം ലായനികളെ പരിചയപ്പെട്ടല്ലോ. പൂരിത ലായനിയും അപൂരിത ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സംഭവം സിമ്പിളാണ്. പൂരിത ലായനി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപ്പ് വെള്ളത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പെടുക്കുന്നു, അത് നേരെ കുറച്ച് വെള്ളത്തിലേക്ക് ഇടുന്നു. അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഇനി ഒരു തരി ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് താഴത്തടിയും. അതായത് ഇനി അതിലേക്ക് ഉപ്പിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് കണികകളെല്ലാം പരസ്പരം കംപ്ലീറ്റ്ലി ഫിൽഡായിട്ട് ഇനി അങ്ങോട്ട് ഒരു തരി ഉപ്പിനെ കൂടി ചേർക്കാനുള്ള സ്ഥലം വെള്ളത്തിലില്ലാത്തൊരവസ്ഥ. അതാണെന്ത്? പൂരിത ലായനി. ഇനി വേണ്ട എന്ന് പറയുന്ന അവസ്ഥയാണത്. ഇനി വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചുകൂടെ കുത്തിക്കയറ്റാൻ ശ്രമിക്കും അല്ലേ? അങ്ങനെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാകുന്നു? അതിപൂരിത ലായനി എന്നുണ്ടാകും. എന്താണ് ഈ അതിപൂരിത ലായനി എന്ന് പറഞ്ഞാൽ? ഈ സാധനത്തിന്, അതായത് ഈ പൂരിത ലായനിയെ നമ്മളൊന്ന് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ അതിലെ കണികൾക്ക് കുറച്ചുകൂടി സ്പേസൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ കണികകൾക്കിടയിലേക്ക്, വെള്ളത്തിൻ്റെ കണികകൾക്കിടയിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? അതിപൂരിത ലായനി ഉണ്ടാകുന്നത്. ഈ പൂരിത ലായനിക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും അതിപൂരിത ലായനിക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും ആണ് നമ്മൾ പേര് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതി ചാടിക്കയറി ഉത്തരം ഇടുന്നതിന് മുമ്പ് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. പൂരിത ലായനി എന്നാണോ അതിപൂരിത ലായനി എന്നാണോ? കാര്യം ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ രണ്ടും ഒരുപോലെ തോന്നും. നമ്മൾ ചിലപ്പോൾ അതിപൂരിത ലായനി എന്നുള്ളതിനെ വായിക്കുന്നത് പൂരിത ലായനി എന്നായിരിക്കാം. എന്നിട്ട് നമ്മൾ അത് വെച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ആൻസറൊക്കെ ചെയ്തിട്ട് പോരും. പിന്നെ ക്ലാസ്സിൽ നിന്ന് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോഴായിരിക്കും എന്ത് മനസ്സിലാക്കുക? അവിടെ എഴുതിയിരുന്നത് വേറെയാണ്, ഞാൻ മനസ്സിലാക്കിയത് വേറെയാണ്, അതുകൊണ്ട് ഉത്തരം മാറിപ്പോയി, ഒരു നെഗറ്റീവ് മാർക്ക് കിട്ടിപ്പോയി എന്നുള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് വരരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അത് ഈ ഒരു കാര്യം എല്ലാ ചോദ്യങ്ങൾക്കും ബാധകമാണ് കേട്ടോ. അവിടുത്തെ വായനയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാം ഹാളിലുള്ള വായനയാണ്, ചിന്തയേക്കാൾ കൂടുതൽ വായനയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കൃത്യമായിട്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓർത്ത് വെച്ചേക്കണേ. അടുത്ത നോക്കാം, ഉപ്പിൻ്റെ അതിപൂരിത ലായനി എങ്ങനെ തയ്യാറാക്കാം. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂടാക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി, അത് പതുക്കെ ലയിച്ചോളും. അങ്ങനെ അതിപൂരിത ലായനി തയ്യാറാക്കാം. അടുത്ത കോപ്പർ സൾഫേറ്റിൻ്റെ അപൂരിത ലായനിയും അതിപൂരിത ലായനിയും വെവ്വേറെ ബീക്കറുകളിൽ തയ്യാറാക്കി അവയിൽ ഓരോ കോപ്പർ സൾഫേറ്റ് പരലുകൾ ചരടിൽ തൂക്കി നിർത്തുന്നു. അടുത്ത ദിവസത്തെ നിർദ്ദേശം എന്തായിരിക്കും? വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, എന്താണ്? അപൂരിത ലായനി എന്നാണ്. അപൂരിത ലായനിയും മറ്റൊന്ന് അതിപൂരിത ലായനിയാണ്. ഓക്കെ, അപൂരിത ലായനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉപ്പ് വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഉപ്പിടുന്നു, ആ ഉപ്പിട്ട് ഇളക്കി അത് കംപ്ലീറ്റ് ആയിട്ട് ലയിക്കുന്നു. ഇനിയും അതിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ലയിക്കുമോ എന്ന് ചോദിച്ചാൽ ലയിക്കും. അങ്ങനെയുള്ളൊരവസ്ഥ. അതായത് ഇനിയും ഈ ലായകത്തിലേക്ക് ഇനിയും ലീനത്തെ ആഡ് ചെയ്താൽ അത് ലയിച്ചു കൊള്ളും എന്നുള്ള അവസ്ഥയിലുള്ള ഒരു ലായനിയാണ് നമ്മൾ വിളിക്കുക അപൂരിത ലായനി. കംപ്ലീറ്റ് ആയിട്ടത് ഈ ഫില്ല് ചെയ്യപ്പെട്ടിട്ടില്ല, ഇനിയും വേണമെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട്. അതാണ് എന്ത്? അപൂരിത ലായനി. ഈ അപൂരിത ലായനീനെ നമ്മൾ വീണ്ടും കണികകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അത് പൂരിത ലായനിയായിട്ട് മാറും. ഇനി ഈ പൂരിത ലായനി എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇനി കണികകൾ ചേരുമോ എന്ന് ചോദിച്ചാൽ ചേരില്ല. സാധാരണ അവസ്ഥയിൽ അത് വീണ്ടും കണികകൾ അതിലേക്ക് ചേർക്കാൻ പറ്റില്ല. എന്നാൽ അതിനൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വീണ്ടും കണികകൾ കയറും. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? അതിപൂരിത ലായനി ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു അപൂരിത ലായനിയും അതിപൂരിത ലായനിയുമാണ്. ഇതിൽ
ഇതിലേക്ക് നമ്മളൊരു ചരടിൽ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ ഒരു 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 ചെറിയൊരു പീസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചരടിൽ കെട്ടിത്തൂക്കി അതിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. എന്താണ് അടുത്ത ദിവസത്തെ നിരീക്ഷണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അതിപൂരിത ലായനിയിലൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരടിൽ നമ്മൾ കെട്ടിത്തൂക്കി വെച്ച കഷ്ണത്തിന് ഇത്രയും സൈസായിരുന്നു ഉള്ളതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്യും, കുറേ കൂടി കോപ്പർ സൾഫേറ്റ് കണികകൾ വന്ന് അടിഞ്ഞിങ്ങനെ അതൊന്ന് കുറച്ചുകൂടി സൈസ് കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് അത് കുറച്ചുകൂടി സൈസ് കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതെന്താണ്, എന്ത് ലായനിയാണ്, അതിപൂരിത ലായനിയാണ്. അപ്പോൾ നമ്മുടെ ഈ ലായനിക്കകത്ത്, ഈ നമ്മൾ വെച്ചിരുന്ന ഈ ലായനിക്കകത്ത് ആവശ്യത്തിൽ കൂടുതൽ എന്തുണ്ട്, കോപ്പർ സൾഫേറ്റ് കണികകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റ് കണികകൾ എന്ത് ചെയ്യും, പതുക്കെ തിരിച്ച് റിവേഴ്സായിട്ട് എന്ത് ചെയ്യും, കോപ്പർ സൾഫേറ്റിനെ കാണുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേരും. അപ്പോൾ ഈ പറയുന്ന പൂരിത ലായനി എന്നുള്ള ലെവലിൽ നിന്ന് അതിപൂരിത ലായനിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കി ചേർത്തിരുന്ന എക്സ്ട്രാ കോപ്പർ സൾഫേറ്റ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, റിവേഴ്സ് വന്നിട്ട് ഈ ക്രിസ്റ്റലിലേക്ക് അങ്ങ് അടിഞ്ഞ് ചേരുന്നത് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ആ ക്രിസ്റ്റലിൻ്റെ സൈസ് കൂടും. മറ്റേതിൽ അപൂരിത ലായനിയിൽ എന്താണ്, അപൂരിത ലായനിയിൽ വീണ്ടും ലയിക്കാൻ സ്ഥലമുള്ളത് കൊണ്ട് ആ ലയിക്കാനുള്ള പോർഷൻ എന്ത് ചെയ്യും, പതുക്കെ ലയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണ്, ചുവടെ കൊടുത്തിരിക്കുന്ന മിശ്രിതങ്ങളെ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിങ്ങനെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ലായനി എന്ന് പറയുമ്പോൾ ഏറ്റവും നേർത്ത കണികകളാണ് അതിൻ്റെ അകത്ത് വരിക. കണികൾ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കത്തുമില്ല. കണികൾ ഈ പറയുന്ന ലായകവും ലീനവും തമ്മിൽ നല്ല രീതിയിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാകും. അതിന് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും നമുക്ക് വരിക, ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് അന്തരീക്ഷ വായുവിനെ ലായനിയായിട്ട് പറയാം. നേർപ്പിച്ച ആസിഡിനെ നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന ലായനി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. അടുത്ത നമുക്ക് നോക്കേണ്ട ഏതാണ്, കൊളോയിഡ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്. കൊളോയിഡ് ഏതാണെന്ന് നോക്കാം. കൊളോയിഡ് തന്നിരിക്കുന്നതിൽ കൊളോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നതിൽ പാല്, മൂടൽമഞ്ഞ്, മഷി, പുക, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊളോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലും. ചുണ്ണാമ്പ് വെള്ളത്തെ ഏതിലാണ്, ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്ന ആൾ സസ്പെൻഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ കണികകളായിരിക്കും അവിടെ ഉണ്ടാകുക. അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കണികകളൊക്കെ സെറ്റിലാവുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതിൻ്റെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്താണ്, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു പോയതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിന് മുൻപ് ചെയ്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനും അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോൾ ഇനി എടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ വീഡിയോ വളരെ താമസിയാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ, താങ്ക് യു.